ശബരിമലയുടെ സമഗ്ര വികസനത്തിനായി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പൂർണ്ണമായും നടപ്പാക്കുന്നതിന് ഗുരുതര വീഴ്ച. 2006-ൽ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനാണ് അധികൃതരുടെ അനാസ്ഥയിൽ അനന്തമായി നീളുന്നത്. പദ്ധതി നടപ്പാക്കാൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ സമീപിച്ചിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. സർക്കാരിൽ നിന്ന് സഹായം ലഭിച്ചാൽ അടുത്ത വർഷം മാസ്റ്റർ പ്ലാൻ പറഞ്ഞ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞു. കാനനക്ഷേത്രമായ ശബരിമലയുടെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. തീർത്ഥാടകരുടെ സുരക്ഷയും സുഖദർശനവും ലക്ഷ്യമിട്ട പദ്ധതിക്ക് 2006-ലാണ് രൂപം നൽകിയത്. പക്ഷേ 18 വർഷങ്ങൾക്കിപ്പുറവും കാര്യമായ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇതുവരെ 335 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി 142.5 കോടി രൂപ ചിലവഴിച്ചുവെന്നാണ് കണക്ക്. നിലയ്ക്കൽ ബേസ് ക്യാമ്പാക്കിയുള്ള വികസന പ്രവർത്തനം, പമ്പയിൽ കൂടുതൽ സൗകര്യങ്ങൾ, പ്രസാദ മണ്ഡപം, തന്ത്രി മേൽശാന്തി മഠങ്ങൾ, തിരുമുറ്റ വികസനം, അങ്ങനെ 2050 വരെയുള്ള വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയതെങ്കിലും അവയെല്ലാം ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. വീണ്ടും പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ദേവസ്വം ബോർഡ്. ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് നിലയ്ക്കലാണ്. നിലയ്ക്കലിന് ഒരു ബേസ് ക്യാമ്പാക്കി മാറ്റുക എന്നുള്ളതാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്, മാസ്റ്റർ പ്ലാൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഒരു പൊതുമേഖലാ സ്ഥാപനം ഞങ്ങളോട് സമീപിച്ചിട്ടുണ്ട്, ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡിന് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അതിന് സർക്കാരുമായി കൂടി ആലോചിക്കേണ്ടതുണ്ട്. ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനുമായി ഞങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുമായും സർക്കാരുമായും കൂടി ഒന്ന് ആലോചിച്ച് പിന്നെ മാസ്റ്റർ പ്ലാനിൽ പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് ഒരു വിഭാവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാസ്റ്റർ പ്ലാനുമായി ചർച്ച ചെയ്ത് കോടതിയുടെ ഒരു പെർമിഷൻ കൂടി വാങ്ങി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പ്രതിസന്ധികളെല്ലാം തീർന്നാൽ അടുത്ത വർഷം പദ്ധതി ആരംഭിക്കാമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. നമ്മൾ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ, ചർച്ചകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഏതാണ്ടൊരു 4 വർഷം കൊണ്ട് മാസ്റ്റർ പ്ലാനിൽ പറയുന്ന രൂപത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അണുകിട പോലും മാറാതെ മാസ്റ്റർ പ്ലാൻ പറയുന്ന രൂപത്തിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാസ്റ്റർ പ്ലാനിൽ പറയുന്ന രൂപത്തിൽ 4 വർഷം കൊണ്ട് അവർ പണി പൂർത്തീകരിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ സർക്കാരിൽ നിന്നൊരു ചെറിയ പെർമിഷൻ വേണം. അത് കൂടി നിഷ്ഠമായി ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞു. സർക്കാരും കൂടി ആലോചിച്ച് മാസ്റ്റർ പ്ലാൻ വഴി കോടതിയിൽ പോയി അതിൻ്റെ പെർമിഷൻ വാങ്ങിയെടുക്കാം. അത് സർക്കാരും കൂടി അനുവദിക്കുകയാണെങ്കിൽ സത്യത്തിൽ നമുക്ക് വരുന്ന വർഷം തന്നെ അതിൻ്റെ പണി ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 4 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും. എന്തായാലും ഇനിയെങ്കിലും അനാസ്ഥ വെടിഞ്ഞ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ഭക്തരുടെ ആവശ്യം. ജനം, സന്നിധാനം.